ഇപ്പൊ അദ്ദേഹം പൊട്ടിത്തെറിച്ചേക്കാണ് ചെയ്തേക്കണം. കാരണം കുറെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ ഓർഡർ കൊടുത്തത് അതിപ്പോ April 9 തന്നെ വലിയ നിലപാടാണ് അദ്ദേഹം എടുത്തത്. April 9 ഈ ഗവൺമെന്റിന്റെ കാലാവധി ജനങ്ങൾ ഡിസ്മിസ് ചെയ്താണ്. അപ്പൊ പുതിയ ഗവൺമെന്റ് ഇത് പിൻവലിച്ചോളും, അതുകൊണ്ട് ഞാനൊരു ബാഡ്ജായി കുത്തിയിരിക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹത്തെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നു. കാരണം ഈ പറയുന്ന തദ്ദേശ ഭരണത്തിന്റെ റിഫോംസിന്റെ പരിഷ്കരണ വകുപ്പ് എന്ന് പറഞ്ഞൊരു വകുപ്പ് ഉണ്ടാക്കുകയും വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരാളെ ഇരുത്തേണ്ട പോസ്റ്റിലേക്ക് അദ്ദേഹത്തെ കൊണ്ട് ഇരുത്തുക ചെയ്തിട്ടുണ്ട്. അതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇതിനകത്തുള്ള അടിസ്ഥാനപരമായ പ്രശ്നം എന്താണെന്നറിയാം? ആ പ്രശ്നമാണ് ഞാൻ പറഞ്ഞു തന്നെ. ഇപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ജയതിലകാണ്. ഇവരുടെ എല്ലാം എതിരായിട്ട് നിൽക്കുന്നത് ജയതിലകാണ്. ജയതിലകിന്റെ ബോസായിട്ട് ഇദ്ദേഹം ഇപ്പൊ ഈ ബി അശോക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് KM എബ്രഹാമാണ്. കാരണം KM എബ്രഹാം നമ്മൾ കിഫ്ബിയുടെ CEO ആണ്. അദ്ദേഹത്തിന് 3 ലക്ഷം രൂപ ശമ്പളം കൊടുക്കുന്നുണ്ട്. പലപ്പോഴും 2 ലക്ഷം രൂപ മറ്റേ അദ്ദേഹത്തിന് കിട്ടുന്ന പെൻഷനൊക്കെ മേടിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇത് ഓണറേറിയം ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ വിമർശനങ്ങളൊക്കെ ഞാനടക്കം ഉന്നയിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ നമ്മൾ ഇത് കുറച്ചുകൂടി വിശദമായി പരിശോധിക്കുമ്പോൾ എന്താണെന്നറിയോ? ഈ KM എബ്രഹാം എന്ന് പറയുന്ന ഒരാള് IIT കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. IIT ഇത് പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോയാൽ 5 ലക്ഷം രൂപയൊന്നുമല്ല ഇപ്പൊ കാലത്ത് ശമ്പളം കിട്ടുന്നത്. അതിൽ കൂടുതൽ കിട്ടും. മനസ്സിലായോ? ഇപ്പൊ IIT ഇതൊക്കെ പഠിച്ചിറങ്ങുന്ന ഇപ്പൊ ഖരഗ്പൂർ IIT എന്നോ അല്ലെങ്കിൽ ചെന്നൈ IIT എന്നോ അല്ലെങ്കിൽ ബോംബെ IIT എന്നൊക്കെ പഠിച്ചിറങ്ങുന്നവർക്ക് പഠിച്ചിറങ്ങുമ്പോൾ തന്നെ കിട്ടുന്നത് 10 കോടി രൂപയൊക്കെ പാക്കേജാണ്. എന്ന് പറഞ്ഞാൽ ആനുവലി 1 കോടി രൂപ അല്ലെങ്കിൽ 50 ലക്ഷം രൂപയൊക്കെ ഒരു പാക്കേജ് ഒരുപാട് പേർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് അവരിവിടെ പറഞ്ഞാൽ അത്തരത്തിലുള്ള മിടുക്കന്മാരെ പിടിച്ചെടുത്തുണ്ടെങ്കിൽ ചിലപ്പോൾ ശമ്പളമൊക്കെ കൂടുതൽ കൊടുക്കേണ്ടി വരും. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ബി അശോക് ഇതിൽ ഉയർത്തുന്ന കാര്യം എന്ന് വെച്ചാൽ 12ഓളം വരുന്ന വിരമിച്ച IAS ഉദ്യോഗസ്ഥന്മാർക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ നൽകിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പൊ സുഖ സൗകര്യങ്ങൾ നൽകുന്നതല്ല, കീ പോസ്റ്റുകളിലേക്ക് അത്തരത്തിലുള്ള മിടുക്കന്മാരായിട്ടുള്ള ആളുകളെ വേണമെങ്കിൽ ഗവൺമെന്റ് എടുത്തു വെക്കണമെന്ന് വെച്ചാൽ വെക്കേണ്ടി വരും. കാരണം കിഫ്ബി പിന്നെ 138 കോടി രൂപ നടക്കി പരസ്യം കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കട്ടെ. ഇപ്പൊ ഏത് ഗവൺമെന്റ് ഇരുന്നാലും 135 കോടി രൂപ ഉമ്മൻചാണ്ടി പരസ്യം കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റുകൾ അവരുടെ പ്രതിച്ഛ വർദ്ധിപ്പിക്കാനുള്ള പരസ്യമൊക്കെ കൊടുക്കും. മനസ്സിലായി? ഈ പറയുന്ന ആളുകളെന്ന നരേന്ദ്രമോദി കൊടുക്കുന്ന പരസ്യത്തെ കുറിച്ചില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. നരേന്ദ്രമോദി കൊടുക്കുന്ന പരസ്യം പോലും അല്ലല്ലോ. തെലങ്കാനയിൽ ഇവിടെ വന്നിട്ട് പരസ്യം കൊടുക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. തെലങ്കാന ഇവിടെ വന്നിട്ട് ജാക്കറ്റ് പരസ്യങ്ങളാണ് കൊടുക്കുന്നത്. അതായത് കോടിക്കണക്കിന് രൂപയ്ക്ക് പരസ്യം കൊടുക്കണം. പരസ്യമൊക്കെ എല്ലാവരും കൊടുക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, തെലങ്കാന ഗവൺമെന്റ് ഇവിടെ പരസ്യം കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഏത് ഇപ്പൊ രേവന്ത് റെഡ്ഡി മാത്രമല്ല, ഇതിനു മുമ്പ് ഇരുന്നിട്ടുള്ള മറ്റേ അദ്ദേഹത്തോടൊക്കെ ഇവിടെ ചന്ദ്രശേഖര റാവുടൊക്കെ നിരവധി തവണ പരസ്യം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെയൊക്കെ ആളുകൾ വെറുതെ അവരുടെ ഇമേജ് പരസ്യം കൊടുക്കും. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ വിചാരിക്കുന്നത് ഈ 2 കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഒന്ന്, തീർച്ചയായിട്ടും ഇത് ഗവൺമെന്റിന് ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇവരുടെയൊക്കെ ഒരു അഴിമതി വിരുദ്ധ പ്രതിച്ഛായാണെന്ന് പറയാൻ തോന്നുന്നത്. പക്ഷെ എനിക്കിപ്പോഴും ഗവൺമെന്റ് ഇതിനകത്ത് പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്താൻ പറ്റാത്ത എന്തുകൊണ്ടെന്ന് അറിയാമോ? അതിന്റെ ചില തിരിച്ചറിവുകളാണ്.